ഇത് നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് 3 ആണ്. ഇത് ശരിക്കും പറയുന്നത് എപ്പിസോഡ് 2 ആവേണ്ടതാണ്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് റെക്കോർഡ് ചെയ്തപ്പോൾ അത് കുറച്ച് വലുതായി പോയി. അപ്പോൾ അത് പാർട്ട് 1 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓട്ടോമാറ്റിക് ഫിഷ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ റീസോഴ്സ് പാക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു റീസോഴ്സ് പാക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇത് നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞത്. ഇത് ചീറ്റ് ഉപയോഗിച്ച് എഫക്റ്റ് ഇട്ടതല്ല, പക്ഷേ ഒരു റീസോഴ്സ് പാക്ക് ആഡ് ചെയ്തതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിട്ട് ഇരുട്ടത് കണ്ണ് കാണുന്നില്ല. പിന്നെ ആ വലിയ കേവിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇട്ടതാണ്. അത് ആദ്യം കളിക്കുമ്പോൾ ഇട്ടതാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ടോർച്ച് പോലും വെച്ചിട്ടില്ല. ഞാൻ ഈ വേൾഡിൽ കണ്ണ് കാണാൻ വേണ്ടി ഒരു സ്ഥലത്തും ടോർച്ച് വെച്ചിട്ടില്ല. ആ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട് മോബ് സ്പോൺ ആവാൻ എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മളൊരു ഓട്ടോമാറ്റിക് ഫിഷ് ഫാമാണ് ഉണ്ടാക്കാൻ പോണേന്ന്. അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഞാനിത് ഈ പെട്ടിയിൽ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചത് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്? ഞാൻ ഒരു ഹാർഡ് വർക്കിംഗ് യൂട്യൂബറാണ് മിസ്റ്റർ. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഏരിയ കഴിഞ്ഞ എപ്പിസോഡൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയായിരിക്കും ഇത് കുറച്ച് ഒരുമാതിരി ഇതേപോലെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ചെത്തി മിനുക്കി ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇതുവരെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇനി ഇതിൻ്റെ മേലെ വല്ല ബിൽഡും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഈ എപ്പിസോഡിൽ ചെയ്യണില്ല, അടുത്ത എപ്പിസോഡിൽ തന്നെ ചെയ്യാം. എല്ലാ ബിൽഡും കൂടി ഒരു എപ്പിസോഡിൽ കുത്തി നിറച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് മെല്ലെ ടൈം എടുത്തിട്ട് ബിൽഡ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ബിൽഡ് ചെയ്യുന്നത് തുടങ്ങാം. നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫിഷിംഗ് റോഡ് എടുത്തിട്ട് എന്നിട്ട് സെൻറ്റർ ഗെയിം ചെയ്തെറിഞ്ഞാൽ മതി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഒന്നും വലിക്കണമെന്നില്ല, പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിഷ് ആയിക്കോളും. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കുറയില്ല. അതിന് കാരണം ഈ ലാവ വെച്ചേക്കണമെന്നാണ്. അതുകൊണ്ട് ഡ്യൂറബിലിറ്റി കുറയില്ല. ഇപ്പോൾ കുറേ ലെതറും കിട്ടും ഇത് വെച്ചിട്ട്. പിന്നെ ഇത് വെച്ചിട്ട് ലൂറിങ്ങും പിന്നെ ലക്ക് ഓഫ് ദി സീ എന്ന് പറഞ്ഞ എൻചാൻമെൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സംഭവങ്ങളൊക്കെ ഇതിന്ന് കിട്ടും. അത് കിട്ടണമെങ്കിൽ ആ 2 എൻചാൻമെൻറ്റും വേണം. അപ്പോൾ അതുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ടൈം കിട്ടുന്ന സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വന്നിട്ട് ഇവിടുന്ന് ഫിഷ് ചെയ്തിട്ട് ഓരോ സംഭവങ്ങൾ സെറ്റാക്കാം. ഇത് നമ്മളിട്ട ഓക്ക് ഫെൻസ് ഇതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടാ. ഇരിക്കട്ടെ എന്തായാലും ഇതിവിടെ. ഇനി ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് ഫിഷ് ചെയ്തിട്ട് നല്ല ലൂട്ടൊക്കെ സെറ്റാക്കാം. ഇന്ന് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, എൻചാനിങ് ഒക്കെ കിട്ടും. ഇതിന് ഇങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കണമാണ് ഒരു ഭംഗിയില്ല. അതുകൊണ്ട് ഇവിടെ വല്ല ഒരു ബിൽഡൊക്കെ ഉണ്ടാക്കി സെറ്റാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. ഇനി ഇതേപോലത്തെ കണ്ടൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ശരി എന്നാൽ.